കോപ്പിയടിയിൽ കുടുങ്ങിയ 2 ദുൽഖർ സൽമാൻ ചിത്രങ്ങൾ. 100 ഡേയ്സ് ഓഫ് ലവ്, ഓർമ്മയുണ്ടോ ഈ മുഖം. ഏകദേശം ഒരേ സമയമായിരുന്നു ദുൽഖർ ചിത്രം 100 ഡേയ്സ് ഓഫ് ലവിന്റെയും വിനീത് ശ്രീനിവാസൻ ചിത്രം ഓർമ്മയുണ്ടോ ഈ മുഖത്തിന്റെയും ഷൂട്ടിംഗ് തുടങ്ങുന്നത്. 2 ചിത്രങ്ങളും കണ്ടവർ ചിന്തിച്ചേക്കാം, ഒരു പ്രണയകഥ എന്നതിനപ്പുറം എന്ത് സാമ്യമാണ് ഇരു ചിത്രങ്ങളും തമ്മിലുള്ളതെന്ന്. എന്നാൽ ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പായിരുന്നു കോപ്പിയടി കഥയുടെ തുടക്കം. ചിത്രീകരണം തുടങ്ങി കുറച്ചു ദിവസങ്ങൾ പിന്നിട്ടപ്പോഴായിരുന്നു 100 ഡേയ്സ് ഓഫ് ലവിന് തങ്ങളുടെ ചിത്രത്തിന്റെ കഥയുമായി സാമ്യമുണ്ടെന്ന് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ അറിയുന്നത്. പിന്നെ ഒട്ടും വൈകിയില്ല, ഓർമ്മയുണ്ടോ ഈ മുഖം പെട്ടെന്ന് പൂർത്തിയാകുകയും തിയേറ്ററിൽ എത്തിക്കുകയും ചെയ്തു. പിന്നീടായിരുന്നു സിനിമയ്ക്ക് പുറത്തെ കഥയിലെ ട്വിസ്റ്റ്. 2 ചിത്രങ്ങളുടെയും പ്രമേയത്തിലെ സാമ്യം 100 ഡേയ്സ് ഓഫ് ലവ് ടീം അറിയുമ്പോൾ ചിത്രത്തിന്റെ 80% ഷൂട്ടിങ്ങും കഴിഞ്ഞിരുന്നു. സംവിധായകൻ കമലിന്റെ മകൻ നവാഗതനായ ജനുസ് മുഹമ്മദ് ആയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. ഇതോടെ 80% ഷൂട്ടിംഗ് പൂർത്തീകരിച്ച ചിത്രത്തിന്റെ കഥ തിരുത്തിയെഴുതി ചിത്രം വീണ്ടും റീഷൂട്ട് ചെയ്യുകയും ഇതുമൂലം നിർമ്മാതാവ് KV വിജയകുമാറിന് കോടികളുടെ നഷ്ടം ഉണ്ടായതായും പറയപ്പെടുന്നു. ചില മാധ്യമങ്ങളായിരുന്നു ഇത്തരത്തിൽ അന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. സിനിമാ മേഖലയിൽ ഇത് ചർച്ചയാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ അന്ന് ഈ വാർത്തയോട് പ്രതികരിച്ചതുമില്ല. എന്താണെങ്കിലും തിയേറ്ററിലെത്തിയ 100 ഡേയ്സ് ഓഫ് ലവ് മികച്ച വിജയമായിരുന്നു സ്വന്തമാക്കിയത്. അൻവർ സാദിഖ് സംവിധാനം ചെയ്ത ഓർമ്മയുണ്ടോ ഈ മുഖം നിർമ്മിച്ചത് ജെയ്സൺ ഇളംകുളം ആയിരുന്നു. കോപ്പിയടിയിൽ കുടുങ്ങിയ മറ്റൊരു ദുൽഖർ ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ. ചിത്രത്തിന് അടുത്ത കാലത്ത് തന്നെ തിയേറ്ററിലെത്തിയ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യവുമായി നല്ല സാമ്യമുണ്ടെന്ന് റിവ്യൂസ് ഉണ്ടായി. അതോടെ സംഭവം ട്രോളന്മാരും ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിൽ ചിത്രത്തെ പരിഹസിച്ച് നിരവധി ട്രോളുകളും പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ ഇതിന് മറുപടിയുമായി ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം തന്നെ രംഗത്തെത്തിയിരുന്നു. പ്രമേയത്തിൽ സാമ്യമുണ്ടെങ്കിലും രണ്ട് കഥയാണെന്നായിരുന്നു ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റെ മറുപടി. ഓടിയ ഒരു ചിത്രം പകർത്താൻ മാത്രം വിഡ്ഢിത്തരം ഞങ്ങൾ ചെയ്യില്ല എന്നായിരുന്നു സത്യനന്ദിക്കാട് ഇതിനോട് പ്രതികരിച്ചത്. എന്താണേലും മികച്ച കളക്ഷനോടെ ജോമോന്റെ സുവിശേഷങ്ങൾ ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പ്രത്യക്ഷത്തിൽ ഒരേ പ്രമേയമെന്ന് തോന്നിക്കുന്ന ചിത്രങ്ങൾ കമന്റ് ചെയ്യാം. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.